ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ റിമാൻ സംസ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് റിമാൻ ഇൻ്റഗ്രൽ എന്താണെന്ന് പറയാം. അപ്പോൾ നോക്കാം. റിമാൻ സംസ്. Given a function f defined on closed interval a b and a partition x0, x1, etc. xn on that interval. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. പിന്നെ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിൻ്റെ പാർട്ടീഷൻ എന്ന് പറയുന്നത് x0, x1, etc. xn ആണ്. വി ചൂസ് points c1, c2, etc. cn such that ci lies in the interval xi minus 1 xi. പിന്നെ നമ്മളൊരു നമ്പർ c1, c2, etc. cn ചൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ള ci's ആവണം? ci lies in the interval xi minus 1 xi. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ xi minus 1 xiൻ്റെ ഉള്ളിലുള്ള ഒരു പോയിൻ്റ് ആയിരിക്കും ci എന്ന് പറയുന്നത്. ആ ci എന്താവാം? എങ്കിൽ xi minus 1 ആവാം, അല്ലെങ്കിൽ xi ആവാം. കാരണം ci എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. xi മൈനസ് 1 ആവാം, xi ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും പോയിൻറ്റും ആവാം. The step function which takes the constant value f of ci on xi minus 1 xi is then an approximation of f. നമ്മൾ എടുക്കുന്നത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് which takes the constant value f of ci ആണ് on xi minus 1 xi. ഓക്കെ. then the signed area under a graph. signed area എന്ന് പറയുന്നത് എന്താണ്? summation i equal to 1 to n f of ci delta. ഇവിടെ ki ക്ക് പകരം f of ci ആണ് അല്ലേ. നമ്മുടെ signed area എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? summation i equal to 1 to n ki ഡെൽറ്റ എക്സ് ഐ ആയിരുന്നു. ഇവിടെ കെ ഐക്ക് പകരം എഫ് ഓഫ് സി ഐ ആണുള്ളത്. കാരണം സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് സി ഐ ആണ്. അപ്പോൾ എഫ് ഓഫ് സി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ. സോ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുന്നതാണ് എന്ത് ഏരിയ അണ്ടർ എ ഗ്രാഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ എസ് എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റീമാൻ സം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എസ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി ഐ ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റീമാൻ സം എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇറ്റ് ലൈസ് എബവ് ഓൾ ദി ലോവർ സം ആൻഡ് ബിലോ ഓൾ ദി അപ്പർ സം കൺസ്ട്രക്റ്റഡ് യൂസിങ് ദി സെയിം പാർട്ടീഷൻ. ഒരേ പാർട്ടീഷനിൽ ഈ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഇത് നമ്മൾ എവിടെയായിരിക്കും ഉണ്ടാവുക? അപ്പർ സമ്മിൻ്റെ മുകളിലും അപ്പർ സമ്മിൻ്റെ താഴെയും ലോവർ സമ്മിൻ്റെ മുകളിലുമായിട്ടാണ് ഉണ്ടാവുക. ലൈസ് എബവ് all the lower sum and below all the upper sum. ലോവർ സമ്മിൻ്റെ മുകളിലും അപ്പർ സമ്മിൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു റീമാൻ സമ്മിൻ്റെ വാല്യൂ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഒരു ഗ്രാഫ് നോക്കാം. ഇവിടെ ഇതാണ് നമ്മുടെ y equal to f of x എന്ന് പറഞ്ഞ ഗ്രാഫ്. ഇവിടെ നമ്മൾ പാർട്ടീഷൻ ചെയ്തു. a to b ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ x0, x1, x2, x3 ആൻഡ് x4. അങ്ങനെ നമ്മൾ ഇതിവിടെ പാർട്ടീഷൻ ചെയ്തു. അതായത് 4 എണ്ണമായിട്ടാണ് പാർട്ടീഷൻ ചെയ്യുന്നത്. ആ x0, x1ൻ്റെ ഉള്ളിലെ ഒരു വാല്യൂ ആണ് c1, x1, x2 എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടീഷൻ്റെ അതായത് ആ സബ് ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലെ ഒരു പോയിൻ്റാണ് c2, x2 to x3ൻ്റെ ഉള്ളിൽ c3 ആൻഡ് x3 to x4 എന്ന് പറയുന്നത് ബി ആണ്. അതിൻ്റെ ഉള്ളിൽ c4. ഈ c1, c2, c3, c4 എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഒരു എൻ പോയിന്റിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ പാർട്ടീഷൻ. അതായത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൻ്റെ അതായത് സബ് ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിൻറ്റും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഏതെങ്കിലും ഒരെന്നെങ്കിൽ c1 x0 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ c1 x1 ആയിട്ട് എടുക്കാം, അതേപോലെ c2 x1 ആയിട്ട് എടുക്കാം, c2 x2 ആയിട്ട് എടുക്കാം. അങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ci's എന്ന് പറയുന്നത് നമ്മുടെ സബ് ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിൻ്റ് ആയിട്ടാണ്. ഓക്കെ. ഇനി നോക്കാം. ഇഫ് വി ചൂസ് എ സീക്വൻസ് ഓഫ് പാർട്ടീഷൻ. നമ്മളൊരു സീക്വൻസ് ഓഫ് പാർട്ടീഷൻ ചൂസ് ചെയ്യാണ്. 1 for each n, ഓരോ എന്നിനും സച്ച് ദാറ്റ് ദി ലെങ്ത് ഡെൽറ്റ എക്സ് ഐ അപ്രോച്ച് 0 ആസ് n ബിക്കംസ് ലാർജർ. അതായത് n വലുതാവുന്നതിനനുസരിച്ചിട്ട് ഡെൽറ്റ എക്സ് ഐ എങ്ങോട്ടേക്ക് പോകുന്നു? അപ്രോച്ച് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ പാർട്ടീഷൻ എടുത്തിട്ടുള്ളത് 4 ആണ്. n ഈക്വൽ ടു 4 ആണല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിനെ നമ്മൾ 4 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി അത് വീണ്ടും ചെറുതാക്കി ഒരു 100 പാർട്ടൊക്കെ ആണെങ്കിൽ എങ്ങനെ വരും? എ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ x0, പിന്നെ ഇവിടെ x1 വരും, പിന്നെ കുറച്ചുകൂടി അടുത്തിട്ട് x2 വരും, പിന്നെ x3 വരും, എക്സെട്ര അങ്ങനെ പോയിട്ട് x100 എന്ന് പറയുന്നതായിരിക്കും ബി എന്ന് പറയുന്നത്. x100 ആയിരിക്കും ബി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതായിരുന്നു നമ്മുടെ x0, x1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ n 4 ആകുമ്പോൾ ഇനി n 100 ഒക്കെ നമ്മൾ വലിയ നമ്പറാണ് എടുക്കുന്നതെങ്കിൽ x0, x1 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വരും അല്ലേ. ഇവിടെ ആയിരിക്കും നമ്മുടെ x1 ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ n ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ സബ് ഇൻ്റർവെൽ എങ്ങനെയായിരിക്കും? സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കുറഞ്ഞു വരും. ഈ ലെങ്ത്തിനെയല്ലേ നമ്മൾ ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ n ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യും? 0യിലേക്ക് അപ്രോച്ച് ചെയ്യും. ഓക്കെ.
Then the Riemann sum approach the integral a to b f of x dx in the limit as n tends to infinity. So n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ റീമാൻ സമ്മ് എങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യും? ഇൻ്റഗ്രൽ a to b f of x dxയിലേക്ക് പോകും. ഈ ഒരു ഇൻ്റഗ്രേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റീമാൻ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി നമ്മൾ റീമാൻ സമ്മിനെ എസ് എന്നാണ് ഡിനോട്ട് ചെയ്തത് അല്ലേ? സോ എൻ ഗോസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ. അതാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റീമാൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ എന്ന് പറയുന്നതാണ് റീമാൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി അതിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടി നോക്കാം. ചൂസ് ഫോർ ഈച്ച് n a partition of closed interval ab into n sub-interval such that the maximum of delta xi in the nth partition approaches 0 as n tends to infinity. ചൂസ് ഫോർ ഈച്ച് n, ഓരോ എന്നിനും നമ്മൾ പാർട്ടീഷൻസ് ചൂസ് ചെയ്തു. ക്ലോസ് ഇൻ്റർവൽ എ ബിൻ്റെ പാർട്ടീഷൻസ് എടുത്തു. ഇൻറ്റു n സബ് ഇൻ്റർവൽ ആക്കി എടുത്തു. സച്ച് ദാറ്റ് ദ മാക്സിമം ഓഫ് ഡെൽറ്റ എക്സ് ഐ ഇൻ ദി nth പാർട്ടീഷൻ അപ്രോച്ചസ് 0 ആസ് n tends to infinity. ഡെൽറ്റ എക്സ് ഐൻ്റെ ആ ലെങ്ത്ത് എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നു? 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ആസ് n ഗോസ് ടു ഇൻഫിനിറ്റി, n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഡെൽറ്റ എക്സ് ഐ അപ്രോച്ചസ് 0. ഇഫ് സി ഐ ഈസ് എ പോയിൻറ്റ് ചൂസൺ ഇൻ ദ ഇൻ്റർവൽ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ. സി ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് ഐ മൈനസ് 1 എക്സ് ഐൻ്റെ ഉള്ളിൽ ഒരു പോയിൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി ഐ ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുന്നതാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിട്ടുള്ളത്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി ഐ ഡെൽറ്റ എക്സ് ഐനെയാണ് നമ്മൾ എസ് എൻ റീമാൻ സം എന്ന് വിളിച്ചത് അല്ലേ? സോ അതിൻ്റെ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്കിതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if f of x equal to c on closed interval ab, then what is the value of integral a to b f of x dx? f of x എന്ന് പറയുന്നത് ഇവിടെ c ആണ് തന്നിട്ടുള്ളത്. ഇൻ്റർവൽ നമുക്ക് തന്നിട്ടുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. നമുക്ക് കാണേണ്ടത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഈസ് ദി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ ആണ് അല്ലേ? എസ് എൻ എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് സി ഐ ഡെൽറ്റ എക്സ് ഐ ആണ്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. ആദ്യം നമ്മളിവിടെ ചെയ്യുക, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ പാർട്ടീഷൻ ചെയ്യാം. അപ്പോൾ ലെറ്റ് പി ഈക്വൽ ടു പാർട്ടീഷൻ എടുക്കുക. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിൻ്റെ പാർട്ടീഷൻ എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ. അതിൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ആയിരിക്കും. അതേപോലെ എക്സ് എൻ എന്ന് പറയുന്നത് ബി ആയിരിക്കും അല്ലേ? എക്സ് നോട്ട് എന്ന് പറയുന്നത് എ ആയിരിക്കും, എക്സ് എൻ എന്ന് പറയുന്നത് ബി ആയിരിക്കും. ബി എ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ബി എ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിൻ്റെ ഒരു പാർട്ടീഷനാണ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എന്ന് പറയുന്നത്. അതിൽ എക്സ് നോട്ട് ഈക്വൽ ടു എ ആയിരിക്കും, എക്സ് എൻ ഈക്വൽ ടു ബി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് ഗിവൺ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ തന്നിട്ടുണ്ട്? ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് റീമാൻ സം എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ റീമാൻ സം ഈക്വൽ ടു, റീമാൻ സമ്മിനെ ഡിനോട്ട് ചെയ്യുന്നത് എസ് എൻ എന്നാണ്. സോ എസ് എൻ ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ. Okay, summation I equal to 1 to n f of ci delta xi. So this is equal to summation I equal to 1 to n f of ci എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സി ആണ് അല്ലേ? എക്സിന് ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് കിട്ടുന്നത് സി ആണ്. അപ്പോൾ എഫ് ഓഫ് സി ഐ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സി എൻ ആയിരിക്കും. സോ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n സി ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ith സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത് ആണ് അല്ലേ? ദാറ്റ് ഈസ് എക്സ് ഐ മൈനസ് 1 ആണ്. ഓക്കെ, സോ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n സി ഇൻറ്റു എക്സ് ഐ മൈനസ് 1 ആണ്. ഇതിൻ്റെ റീസൺ എന്താ? സിൻസ് എഫ് ഓഫ് സി ഐ എന്ന് പറയുന്നത് എന്താണ്? സി എൻ ആണ് അല്ലേ? ദാറ്റ് സിൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ആണ്. അപ്പോൾ എഫ് ഓഫ് സി ഐ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? എഫ് ഓഫ് സി ഐ എന്ന് പറയുന്നതും സി എൻ ആയിരിക്കും. ഓക്കെ, പിന്നെ ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് 1 ആണ്. ഓക്കെ, ഇനി നമുക്കിതിന് സമ്മേഷൻ വാല്യൂസ് കൊടുക്കാം. ഇവിടെ സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്.
അല്ലേ? അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ സി നമുക്ക് പുറത്തെടുക്കാം. സോ സി ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n xi മൈനസ് 1. ഓക്കെ, xi മൈനസ് 1 എന്ന് വരും. സോ സി ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n xi മൈനസ് 1. ഇനി നമുക്ക് ഐക്ക് വാല്യൂസ് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് റീമാൻ സമ്മ് കിട്ടിയിട്ടുള്ളത്. റീമാൻ സമ്മ് എന്ന് പറയുന്നത് എസ് എൻ ആണ്. അപ്പോൾ എസ് എൻ എന്താണെന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്? സി ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n xi മൈനസ് 1 ആണ് അല്ലേ? xi മൈനസ് 1 ആണ്. ഇനി നമുക്ക് ഐക്ക് വാല്യൂസ് കൊടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഐക്ക് വാല്യൂ കൊടുക്കാം. ഐക്ക് 1 കൊടുക്കുമ്പോൾ എന്താ വരും? ഇവിടെ x1 മൈനസ് x0 വരും. സോ സി ഇൻറ്റു x1 മൈനസ് x0 പ്ലസ് ഐക്ക് 2 കൊടുക്കുമ്പോൾ x2 മൈനസ് x1 പ്ലസ് ഐക്ക് 3 കൊടുക്കുമ്പോൾ x3 മൈനസ് x2 പ്ലസ് എക്സെട്ര. അങ്ങനെ പോയിട്ട് ഐക്ക് n കൊടുക്കുമ്പോൾ എന്താ വരിക? പ്ലസ് xn മൈനസ് 1 എന്ന് വരും. ഓക്കെ, സോ ഇവിടെ നോക്കുക. ദിസ് ഇസ് സി ഇൻറ്റു ഈ x1 മൈനസ് x1, ഈ x1ഉം ഈ x1ഉം കട്ട് ചെയ്തു, ഈ x2ഉം ഈ x2ഉം കട്ട് ചെയ്തു, x3യും അടുത്ത ടേമിൽ x3യും കട്ട് ചെയ്തു. അതേപോലെ xn മൈനസ് 1ഉം ഇതിൻ്റെ തൊട്ട് ബാക്കിൽ എന്താ സ്റ്റെപ്പ് ഉണ്ടാവുക? xn മൈനസ് 1ൻ്റെ തൊട്ട് ബാക്കിൽ എങ്ങനെ വരും? xn മൈനസ് 1 മൈനസ് xn മൈനസ് 2 എന്ന് വരും അല്ലേ? അപ്പോൾ ഈ xn മൈനസ് 1ഉം കട്ട് ചെയ്തു. ഈ xn മൈനസ് 2ഉം അതിൻ്റെ തൊട്ട് ബാക്കിൽ xn മൈനസ് 2ഉം തമ്മിൽ കട്ട് ചെയ്തു. ബാക്കി ഉണ്ടാവുക ഇവിടെ ഒരു xnഉം ഉണ്ടാവും, ഇവിടെ ഒരു മൈനസ് x0 ഉണ്ടാവും. ബാക്കിയൊക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ സി ഇൻറ്റു xn മൈനസ് x0 എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു xn എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ പാർട്ടീഷൻ എടുത്തതിൽ xn എന്ന് പറയുന്നത് എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്? xn എന്ന് പറയുന്നത് b ആണ്, അതേപോലെ x0 എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ xn മൈനസ് x0 എന്ന് പറയുമ്പോൾ b മൈനസ് a എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? സി ഇൻറ്റു b മൈനസ് a എന്ന് എഴുതാം. സോ നമുക്ക് കിട്ടിയത് എസ് എൻ റീമാൻ സമ്മ് എന്ന് പറയുന്നത് സി ഇൻറ്റു ബി മൈനസ് എ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ശരിക്കും? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ ആണ് അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സി ഇൻറ്റു ബി മൈനസ് എ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ബി മൈനസ് എ എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ സി ഇൻറ്റു ബി മൈനസ് എ നമുക്ക് പുറത്തെടുക്കാം. സോ സി ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 എന്ന് വരും അല്ലേ? അപ്പോൾ എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1 എങ്ങോട്ടേക്കാണ് പോവുക? 1ലേക്ക് തന്നെയല്ലേ, കാരണം 1നെയും എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദിസ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് സി ഇൻറ്റു ബി മൈനസ് എ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റഗ്രേഷൻ വാല്യൂ വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഇൻ്റർവെൽ നോക്കും. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ്. അതിനൊരു പാർട്ടീഷൻ എടുക്കും. പി ഈക്വൾ ടു S0 S1 S2 എക്സെട്ര എക്സ് എൻ. അതിൽ x0 എന്ന് പറയുന്നത് എ ആണ്, എക്സ് എൻ എന്ന് പറയുന്നത് ബി ആണ്. ബി എ പാർട്ടീഷൻ ഉണ്ട് കേട്ടോ, പാർഷൻ ഇപ്പോൾ എഴുതിയത് ശ്രദ്ധിക്കുക. ബി എ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ്. പിന്നെ ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു സി ആണ് തന്നിട്ടുണ്ട്. പിന്നെ റീമാൻ സമ്മ് കാണാം. റീമാൻ സമ്മ് എസ് എൻ ആണ്. എസ് എന്ന് പറയുന്നത് സമ്മേഷൻ ഈക്വൾ ടു 1 to n എഫ് ഓഫ് സി ഐ ഡെൽറ്റ എക്സ് ഐ ആണ്. ഒരു സമ്മേഷൻ ഈക്വൾ ടു 1 to n. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സി ആണ്, അപ്പോൾ എഫ് ഓഫ് സി ഐ എന്ന് പറയുന്നതും സി എൻ ആയിരിക്കും. സമ്മേഷൻ ഈക്വൾ ടു 1 to n സി ഇൻറ്റു എക്സ് ഐ മൈനസ് 1 ആണ്. അതായത് സി എന്ന് പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കാം. സി ഇൻറ്റു സമ്മേഷൻ ഈക്വൾ ടു 1 to n എക്സ് ഐ മൈനസ് 1. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഐക്ക് വാല്യൂസ് കൊടുക്കും. സോ ഐക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക x1 മൈനസ് x0 മൈനസ് x2 മൈനസ് x2 മൈനസ് x1 പ്ലസ് x3 മൈനസ് x2 പ്ലസ് എക്സെട്ര xn മൈനസ് 1 ആണ്. ഇതിൽ x1 കട്ട് ചെയ്തു, x2 കട്ട് ചെയ്യും, x3 കട്ട് ചെയ്യും, അങ്ങനെ xn മൈനസ് 1ഉം കട്ട് ചെയ്തു. ബാക്കി ഉണ്ടാവുക xn മൈനസ് x0 ആണ്. അപ്പോൾ സി ഇൻറ്റു xn മൈനസ് x0 എന്ന് വരും. xn എന്ന് പറയുന്നത് ബി ആണ്, x0 എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ സി ഇൻറ്റു ബി മൈനസ് എ വരും. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ ആണ്. സോ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റു സി ഇൻറ്റു ബി മൈനസ് എ. സി ഇൻറ്റു ബി മൈനസ് എ എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സി ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു 1 വരും. ദാറ്റ് ഈസ് സി ഇൻറ്റു ബി മൈനസ് എ. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സി ഇൻറ്റു ബി മൈനസ് എ ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
if f of x equal to x on closed 0, 1, then what is the value of integral 0 to 1 f of x dx? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇൻ്റർവെൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0, 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ക്ലോസ്ഡ് 0, 1ൻ്റെ പാർട്ടീഷൻ എടുക്കണം, പിന്നെ റീമാൻ സമ്മ് കാണണം, പിന്നെ റീമാൻ ഇൻ്റഗ്രൽ കാണണം. അപ്പോൾ ആദ്യം ക്ലോസ്ഡ് 0, 1ൻ്റെ പാർട്ടീഷൻ എടുക്കാം. ലെറ്റ് പി ഈക്വൾ ടു എങ്ങനെയാണ് പാർട്ടീഷൻ എടുക്കുക? ക്ലോസ്ഡ് 0, 1ൻ്റെ പാർട്ടീഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. 0, 1/n, 2/n, 3/n, etc. ലാസ്റ്റ് എന്ത് വരും? n-1/n, etc. n-1/n, പിന്നെ n/n വരും. n/n എന്ന് പറഞ്ഞാൽ 1 ആണ്. ബി എ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1ൻ്റെ ഒരു പാർട്ടീഷനാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സി ഐ ചൂസ് ചെയ്യണം, കാരണം എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്ലോസ്ഡ് 0, 1 ആണ് ഇൻ്റർവെൽ. അപ്പോൾ നമുക്ക് സി ഐ ചൂസ് ചെയ്യണം. സോ ചൂസ് സി ഐ ഈക്വൾ ടു, സി ഐ എന്താണ് നമ്മൾ ചൂസ് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞു, സി ഐ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീമാൻ സമ്മിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു സി ഐ എന്ന് പറയുന്നത് എന്താണ്? ith സബ് ഇൻ്റർവെലിൻ്റെ ഉള്ളിലൊരു വാല്യൂ, അല്ലെങ്കിൽ ith സബ് ഇൻ്റർവെലിൻ്റെ ലോവർ ലിമിറ്റോ അപ്പർ ലിമിറ്റോ കൊടുക്കുക അല്ലേ. ഇവിടെ ഞാൻ സി ഐ ചൂസ് ചെയ്യുന്നത് i/n ആണ്. ഓൺ, അതായത് ith സബ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്താ വരിക ഇവിടെ? i-1/n, i/n ആണ് നമ്മുടെ ith സബ് ഇൻ്റർവെൽ വരിക അല്ലേ. അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് ആയിട്ടാണ് ഞാൻ എന്തെടുക്കുന്നത്? ലെഫ്റ്റ് വാല്യൂ ആയിട്ടാണ് ഞാൻ എന്തെടുത്തിട്ടുള്ളത്? സി ഐ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സി ഐ ചൂസ് ചെയ്യുന്നത് i/n ആണ് കേട്ടോ. ഇത് ലെഫ്റ്റ് ലിമിറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ i-1/n എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും വാല്യൂസ് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ എടുക്കുന്നത് i/n ആണ്. ഈ സി ഐ ചൂസ് ചെയ്യുന്നത് ഓർത്ത് വെക്കണം കേട്ടോ. സോ സി ഐ ചൂസ് ചെയ്താൽ നമുക്ക് എന്ത് കാണാം? റീമാൻ സമ്മ് കാണാം. റീമാൻ സം ഡിനോട്ടഡ് ബൈ Sn ഈക്വൾ ടു, ഇക്വേഷൻ എന്തായിരുന്നു? സമ്മേഷൻ i ഈക്വൾ ടു 1 to n f ഓഫ് സി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ ആണ് അല്ലേ. സോ ദിസ് ഇസ് ഈക്വൾ ടു സമ്മേഷൻ i ഈക്വൾ ടു 1 to n f ഓഫ് സി ഐ. എഫ് ഓഫ് സി ഐ എന്ന് പറയുന്നത് എന്താണ്? i/n ആണ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് സി ഐ എന്ന് പറയുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് i/n ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ. okay, അപ്പോൾ എഫ് ഓഫ് i/n ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ. സോ ദിസ് ഇസ് ഈക്വൾ ടു സമ്മേഷൻ i ഈക്വൾ ടു 1 to n എഫ് ഓഫ് i/n. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് i/n എന്ന് പറയുമ്പോൾ എന്ത് വരും? i/n വരും അല്ലേ. ഇതല്ലേ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആണ്, എഫ് ഓഫ് i/n എന്ന് പറയുമ്പോൾ i/n വരും. ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ith സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത്. ith സബ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ നമ്മുടെ ith സബ് ഇൻ്റർവെൽ. ഇതിൻ്റെ ലെങ്ത്ത് എന്താണ് വരിക? i/n മൈനസ് i-1/n അല്ലേ. i/n മൈനസ് i-1/n എന്ന് വരും. ഇതിൻ്റെ റീസണ് എഫ് ഓഫ് എക്സ് എക്സ് ആയതുകൊണ്ട് എഫ് ഓഫ് i/n ആയിരിക്കും. ഓക്കെ, പിന്നെ ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുന്നത് ith സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ആണ്. ith സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ i/n മൈനസ് i-1/n വരും. ക്ലിയർ? ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം? എക്സ്പാൻഷൻ ചെയ്യാം അല്ലേ. iക്ക് 1 to n കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് എന്താണ്? Sn എന്ന് പറയുന്നത് Sn ഈക്വൾ ടു സമ്മേഷൻ i ഈക്വൾ ടു 1 to n എന്താണ്? i/n ഇൻറ്റു i/n മൈനസ് i-1/n ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സമ്മേഷൻ i ഈക്വൾ ടു 1 to n i/n ഇൻറ്റു ഇവിടെ i/n മൈനസ് i/n മൈനസ് 1/n ഇതല്ലേ. അപ്പം i/n മൈനസ് ഓഫ് i/n മൈനസ് 1/n. ഈ i-1/n ഞാൻ i/n മൈനസ് 1/n എഴുതി. സോ ദിസ് ഇസ് ഈക്വൾ ടു സമ്മേഷൻ i ഈക്വൾ ടു 1 to n i/n ഇൻറ്റു i/n മൈനസ് i/n 0 ആയി പോകും അല്ലേ. പിന്നെ മൈനസ് 1/n എന്നുള്ളത് 1/n വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ i ഈക്വൾ ടു 1 to n i/n² എന്ന് വരും. അതിൽ 1/n² അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിനെ നമുക്ക് പുറത്തെടുക്കാം. സോ 1/n² ഇൻറ്റു സമ്മേഷൻ i ഈക്വൾ ടു 1 to n i എന്ന് വരും അല്ലേ. i/n ഇൻറ്റു 1/n ആണ്. അതിൽ 1/n² ഞാൻ പുറത്തെടുത്തു. ബാക്കി സമ്മേഷൻ i ഈക്വൾ ടു 1 to n i വരും. സോ ദിസ് ഇസ് ഈക്വൾ ടു
1/n² ഇൻറ്റു സമ്മേഷൻ i = 1 to n. i എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐക്ക് 1 കൊടുക്കുമ്പോൾ 1 വരും, 1 + 2 + 3 + etc. + n, അതായത് സം ഓഫ് ഫസ്റ്റ് n ടേംസ്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, n × n + 1/2 ആണ്. സമ്മേഷൻ i = 1 to n. iനെ n × n + 1/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്യും, ബാക്കി എന്താ ഉണ്ടാവുക, ഒരെണ്ണം കട്ട് ചെയ്താൽ ബാക്കി ഉണ്ടാവുക ദിസ് ഈസ് ഈക്വൽ ടു n + 1/2 എന്ന് വരും. n + 1/2 എന്ന് വരും അല്ലേ. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് n/2 n + 1/2 എന്ന് എഴുതാം. n/2 എന്ന് പറഞ്ഞാൽ 1/2 വരും, 1/2 + 1/2 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ SN എന്ന് പറയുന്നത്, അതായത് റീമാൻ സം എന്ന് പറയുന്നത്. നമുക്കിനി എന്താ വേണ്ടത്, റീമാൻ ഇൻ്റഗ്രൽ ആണ് അല്ലേ. റീമാൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, SNനെ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് റീമാൻ ഇൻ്റഗ്രൽ കിട്ടുക. ഓക്കെ, അപ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് SN കിട്ടിയിട്ടുള്ളത് SN = 1/2 - 1/2n ആണ്. 1/2 - 1/2n ആണ് SN എന്ന് പറയുന്നത്. നമുക്ക് കിട്ടേണ്ടത് ഇൻ്റഗ്രൽ a to b f(x) dx ആണ്. ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി SN ആണ്. ദാറ്റ് ഈസ് എന്ത് വരും, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി SN എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 1/2 - 1/2n ആണ്. സോ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/2 എങ്ങോട്ടേക്കാണ് പോവുക, കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അത് 1/2 തന്നെ വരും. 1/2 മൈനസ് n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ടേമോ 1/2 ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് 1/2 മൈനസ് 1/2 ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി വരും. ദാറ്റ് ഈസ് 1/2 മൈനസ് 1/∞ എന്ന് പറയുമ്പോൾ 0 വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2 എന്ന് വരും. സോ ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/2 ആയിരിക്കും. സോ അതാണ് നമ്മുടെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഇൻ്റഗ്രൽ 0 to 1 x³ dx as എ ലിമിറ്റ് ഓഫ് സം. ഇൻ്റഗ്രൽ 0 to 1 x³ dxനെ നമുക്ക് ലിമിറ്റ് ഓഫ് സം ആയിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ആണ് തന്നിട്ടുള്ളത്. ഫംഗ്ഷൻ f(x) = x³ ആണ്. അപ്പോൾ ക്ലോസ്ഡ് 0, 1നെ നമ്മൾ എന്ത് ചെയ്യണം, പാർട്ടീഷൻ ചെയ്യണം. ഡിവൈഡ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ഇൻറ്റു n ഈക്വൽ പാർട്സ് ബൈ ദി പാർട്ടീഷൻ 0, 1/n, 2/n etc. n - 1/n 1. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലോസ്ഡ് 0, 1നെ പാർട്ടീഷൻ ചെയ്തു. ചൂസ് CI = i/n. ഇവിടെയും CI എന്തായിട്ടാണ്, i/n ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അതായത് ith സബ് ഇൻ്റർവൽ എന്ന് പറയുമ്പോൾ i - 1/n, i/n ആണ് നമ്മുടെ ith സബ് ഇൻ്റർവൽ. ഇതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് ആയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, CI എടുക്കുന്നത്. ഓക്കെ, ദി റൈറ്റ് എൻഡ് പോയിൻ്റ് ഓഫ് ദി ഇൻ്റർവൽ i - 1/n, i/n, റൈറ്റ് എൻഡ് പോയിൻ്റ്. ഈ എൻഡ് പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, CI എടുക്കുന്നത്. ലെഫ്റ്റ് അല്ല, സോറി, റൈറ്റ് ആണ് കേട്ടോ. റൈറ്റ് എൻഡ് പോയിൻ്റ് i/n ആണ് നമ്മൾ എടുക്കുന്നത്. വി മേ ചൂസ് എനി പോയിൻ്റ് വി വിഷ്. ദ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ഓർ മിഡ് പോയിൻ്റ് വുഡ് ഹാവ് ബീൻ ജസ്റ്റ് ആസ് ഗുഡ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാമെന്നാണ് പറയുന്നത്. അതായത് CI എന്ന് പറയുന്നത് ഈ ഇൻ്റർവലിൻ്റെ ഉള്ളിൽ ഏത് പോയിൻ്റ് കൊടുക്കാം. അത് i/n ആവാം, i - 1/n ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഏത് വാല്യൂസും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ f(x) എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്, x³ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീമാൻ സം എടുക്കാം. റീമാൻ സം SN എന്ന് പറയുന്നത് എന്താണ്, സമ്മേഷൻ i = 1 to n f(CI) Δxi ആണ്. ദാറ്റ് ഈസ് സമ്മേഷൻ i = 1 to n. ഇവിടെ f(x) എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ f(x) എന്ന് പറയുന്നത് x³ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ f(CI) എന്ന് പറയുമ്പോൾ എന്താ വരിക, CI³ ആണ് അല്ലേ. CI എന്ന് പറയുന്നത് എന്താണ്, i/n ആണ്. അപ്പോൾ എന്ത് വരും, സമ്മേഷൻ i = 1 to n CI³ വരും. CI³ ഇൻറ്റു Δxi. Δxi എന്ന് പറയുമ്പോൾ i - 1/nൻ്റെയും i/nൻ്റെയും ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എങ്ങനെയാണ് വരിക, i/n മൈനസ് i - 1/n വരും. ഓക്കെ, ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ i/n മൈനസ് i/n ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. i - 1/nനെ i/n മൈനസ് 1/n എഴുതാം. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. അപ്പോൾ പ്ലസ് 1/n വരും. സോ i/n-ഉം i/n-ഉം കട്ട് ചെയ്തിട്ട് ബാക്കി 1/n ഉണ്ടാവും. അതാണ് Δxi എന്ന് പറയുന്നത് 1/n. അപ്പോൾ CI³ ഇൻറ്റു 1/n വരും. അപ്പോൾ CI³ എന്ന് പറയുമ്പോൾ എന്താ വരിക, CI³ എന്ന് പറയുമ്പോൾ CI എന്ന് പറയുമ്പോൾ i/n ആണ്. അപ്പോൾ CI³ എന്ന് പറഞ്ഞാൽ i/n³ വരും. സോ i/n³ ഇൻറ്റു 1/n വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ i = 1 to n i³ / n⁴ എന്ന് വരും.
ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഐ ക്യൂബ് ബൈ ഇവിടെ ഒരു n⁻³ ഉണ്ട് ഇൻറ്റു n ഉണ്ട്, അപ്പോൾ നമുക്ക് n⁻⁴ വരും. സോ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഐ ക്യൂബ് ബൈ n⁻⁴ വരും. അതിൻ്റെ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അതായത് നമുക്ക് കിട്ടിയിട്ടുള്ളത് SN ആണ്, റീമാൻ സമ്മാണ്. റീമാൻ സമ്മിൻ്റെ ഇൻ്റഗ്രലിനെയാണ് നമ്മൾ റീമാൻ സമ്മിൻ്റെ ലിമിറ്റിനെയാണ് നമ്മൾ റീമാൻ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 x³ dx എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN ആയിരിക്കും. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n⁴ ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഐ ക്യൂബ് ആയിരിക്കും. ഇതിവിടെ n⁻⁴ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1/n⁻⁴ ഔട്ട് സൈഡ് എടുക്കാം, ബാക്കി സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഐ ക്യൂബ് വരും. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രൽ 0 to 1 x³ dx. ഇവിടെ നമ്മളോട് ജസ്റ്റ് ലിമിറ്റിൻ്റെ ടേമിൽ എഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ദിസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരിക, ഇതിൻ്റെ വാല്യൂ എങ്ങനെ വരും, സമ്മേഷൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n⁴ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n i⁴ എന്ന് വരും അല്ലേ, സോറി ഐ ക്യൂബ് എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n⁴ ഇൻറ്റു സമ്മേഷൻ ഐ ക്യൂബ്. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1³ + 2³ + എക്സെട്ര പ്ലസ് n³ എന്ന് വരും. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് n ഇൻറ്റു n+1/2 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, 1/n⁴ ഇൻറ്റു സമ്മേഷൻ ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n+1/2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതെന്താ വരിക, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n⁴ ഇൻറ്റു n ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം n² ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2² എന്ന് പറയുമ്പോൾ 4 വരും അല്ലേ, n ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അപ്പോൾ ഇതെന്ത് വരും, സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഒരു n⁻⁴ഉം n² കട്ട് ചെയ്തു, ബാക്കി ഉണ്ടാവുക ഡിനോമിനേറ്ററിൽ ഒരു n² ഉണ്ടാവും, മേലെ n+1 ഹോൾ സ്ക്വയറും ഉണ്ടാവും. അപ്പോൾ n+1 ഹോൾ സ്ക്വയർ ബൈ 4n² എന്ന് വരും. ഓക്കെ, n+1 ഹോൾ സ്ക്വയർ ബൈ 4n² എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എങ്ങോട്ടേക്ക് എഴുതുന്നുണ്ട്, ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/4 പുറത്തിടാം, ബാക്കി ഉണ്ടാവുക n+1 ഹോൾ സ്ക്വയർ ബൈ n² ആണ്. അതിന് ഞാൻ n+1/n ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇതിൽ കൂടെ n+1 ഹോൾ സ്ക്വയർ ബൈ n² n+1/n ഹോൾ സ്ക്വയർ എന്ന് എഴുതി. സോ ഇതെങ്ങനെ കിട്ടും, ദറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/4 ഇൻറ്റു ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, n/n + 1/n എഴുതാം, 1/4 ഇൻറ്റു n/n എന്ന് പറയുമ്പോൾ 1 വരും പ്ലസ് 1/n ഹോൾ സ്ക്വയർ. ഓക്കെ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/4 ഇൻറ്റു 1 + 1/n ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി n ഇൻഫിനിറ്റിയിലേക്ക് കൊടുക്കാം. സോ ഇവിടെ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/4 കോൺസ്റ്റൻ്റ് ആണ്. സോ 1/4 ഇൻറ്റു 1 + 1/n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/∞ വരും. 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ 0² എന്ന് വരും. ഓക്കെ, അപ്പോൾ 1 + 0 എന്ന് പറയുമ്പോൾ 1, 1/4 ഇൻറ്റു 1 എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/4. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടുന്നത് 1/4 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ലിമിറ്റിൻ്റെ സമ്മായിട്ട് എഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ കണ്ടാൽ മതി. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യൻ കൂടി നോക്കാനുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Express the limit of Riemann sums, limit n tends to infinity, summation k equal to 1 to n, ck square minus 3ck into delta sk as an integral if x0, x1, etc. xn is a partition of the interval -7, 5. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ്റർവെൽ നമുക്ക് തന്നിട്ടുള്ളത് -7, 5 ആണ്. റീമാൻ സം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ k ഈക്വൽ ടു 1 to n ck സ്ക്വയർ മൈനസ് 3ck ഇൻറ്റു ഡെൽറ്റ xk. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റീമാൻ സം കണ്ടിട്ടുണ്ട്. എന്താ കാണാൻ പറഞ്ഞത്, എക്സ്പ്രസ് ദ ലിമിറ്റ് ഓഫ് റീമാൻ സം ആസ് ആൻ ഇൻ്റഗ്രൽ ഫോമിലേക്ക് ജസ്റ്റ് എക്സ്പ്രസ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഇൻ്റഗ്രലിനെ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN ആണ് അല്ലേ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN എന്ന് പറയുന്നത് റീമാൻ സമ്മൈൻ എന്താ തന്നിട്ടുള്ളത്, സമ്മേഷൻ k ഈക്വൽ ടു 1 to n, ഇവിടെ k ആണ് തന്നിട്ടുള്ളത്. സോ k ഈക്വൽ ടു 1 to n ck സ്ക്വയർ, ഐക്ക് പകരം ഇവിടെ k ആണ് കേട്ടോ, ck സ്ക്വയർ മൈനസ് 3ck ഇൻറ്റു
ഡെൽറ്റ എസ് കെ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ലിമിറ്റ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ ആണ്. കെൻ്റെ ടൈമിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ എൻ്റെ ടൈമിലാണ് അതിൻ്റെ ടൈമിലാണെങ്കിൽ എഫ് ഓഫ് സി ഐ ഡെൽറ്റ എക്സ് ആയി എന്ന് വരും. കെൻ്റെ ടൈമിലാണെങ്കിൽ എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് കെ. അവിടെ കെൻ്റെ ടൈമിലാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ കെൻ്റെ ടൈം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സി കെ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? റീമാൻ സം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ ഐ കെ ഈക്വൽ ടു 1 to n സി കെ സ്ക്വയർ മൈനസ് 3ck ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ഓക്കെ, ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യാം. ഇവിടെ ഡെൽറ്റ എക്സ് കെ ഉണ്ട്, ഇവിടെ ഡെൽറ്റ എക്സ് കെ ഉണ്ട്. ഇവിടെ എഫ് ഓഫ് സി കെക്ക് പകരം ഇവിടെ എന്താണുള്ളത്? എഫ് ഓഫ് സി ഇവിടെ സമ്മേഷൻ ഉണ്ട് കേട്ടോ. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to k ആണ്, സോറി കെ ഈക്വൽ ടു 1 to n ആണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ എക്സ് കെക്ക് പകരം ഇവിടെ ഡെൽറ്റ എക്സ് കെ, ഇവിടെ എഫ് ഓഫ് സി കെക്ക് പകരം എന്താണുള്ളത്? സി കെ സ്ക്വയർ മൈനസ് 3ck ആണ്. അപ്പോൾ എഫ് ഓഫ് സി കെ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എഫ് ഓഫ് സി കെ ഈക്വൽ ടു 3ck സ്ക്വയർ മൈനസ് 3 ഇല്ല, എഫ് ഓഫ് സി കെ എന്ന് പറയുന്നത് സി കെ സ്ക്വയർ മൈനസ് 3ck ആണ്. ഓക്കെ, നമുക്ക് എന്താ കിട്ടേണ്ടത്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ടേമിലേക്ക് കൊണ്ടുവരണം. സോ എഫ് ഓഫ് എക്സ് എന്ത് കിട്ടും? എഫ് ഓഫ് സി കെ എന്ന് പറയുമ്പോൾ സി കെ സ്ക്വയർ മൈനസ് 3ck ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 3x എന്ന് വരും. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എങ്ങനെയാണ് വരിക? സോ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറയുമ്പോൾ ഇൻ്റർവൽ എന്താ? -7 to 5 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ -7 to 5 എഫ് ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ മൈനസ് 3x ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് സമ്മേഷൻ തന്നിട്ടുണ്ട്, റീമാൻ സമ്മ് തന്നിട്ടുണ്ട്, ഇൻ്റഗ്രൽ ഫോമിലേക്ക് മാറ്റാനാണ്. അപ്പോൾ റീമാൻ സമ്മ് എഫ് ഓഫ് സി കെ കണ്ടുപിടിക്കുക, അതിന് എഫ് ഓഫ് എക്സ് കാണുക, ജസ്റ്റ് ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റഗ്രലിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ -7 to 5 എക്സ് സ്ക്വയർ മൈനസ് 3x ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Express the limit of Riemann sum, limit n tends to infinity summation k equal to 1 to n 2ck cube delta xk as an integral if x0, x1, x2, etc. xn is a partition of the interval close to -1, 0. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് close to -1, 0 ആണ്. റീമാൻ സമ്മും തന്നിട്ടുണ്ട്, തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ this is equal to limit n tends to infinity summation k equal to 1 to n f of ck into delta xk. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുണ്ട്? എഫ് ഓഫ് സി കെ ഒക്കെ ലിമിറ്റ് n tends to infinity summation k equal to 1 to n റീമാൻ സം അല്ലേ. ഇതെന്താ തന്നിട്ടുണ്ട്? 2ck ക്യൂബ് ഇൻറ്റു ഡെൽറ്റ എക്സ് കെ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡെൽറ്റ എക്സ് കെ, ഇവിടെ ഡെൽറ്റ എക്സ് കെ. അപ്പോൾ എഫ് ഓഫ് സി കെക്ക് പകരം ഇവിടെ എന്താണുള്ളത്? 2ck ക്യൂബാണ് അല്ലേ. സോ ഹിയർ എഫ് ഓഫ് സി കെ ഈക്വൽ ടു 2ck ക്യൂബാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ത് വരും? എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 2x ക്യൂബ് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്താ വരിക? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി, എയും ബിയും എന്താണ്? -1 to 0 ആണ്. സോ -1, 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ക്യൂബാണ്, 2x ക്യൂബ് ഡി എക്സ് എന്ന് വരും. സോ ഇൻ്റഗ്രൽ -1 to 0 2x ക്യൂബ് ഡി എക്സ് എന്ന് പറയുന്നതാണ് ഈ ഒരു റീമാൻ സമ്മിൻ്റെ ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഇൻ്റഗ്രൽ 0 to 1 9x ക്യൂബ് ഡി എക്സ് ആസ് എ ലിമിറ്റ് ഓഫ് സം. ഇതുവരെ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? റീമാൻ സമ്മ് തന്നിട്ട് റീമാൻ ഇൻ്റഗ്രൽ എങ്ങനെയാണെന്ന് എഴുതിയതാണ്. ഈ ക്വസ്റ്റ്യനിൽ റീമാൻ ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട്, റീമാൻ സം എന്താണെന്ന് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് 0 to 1 ആണ് തന്നിട്ടുള്ളത് ലിമിറ്റ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? 0 to 1ൻ്റെ പാർട്ടീഷൻ എടുക്കണം. അപ്പോൾ ആദ്യം ലെറ്റ് പി ഈക്വൽ ടു 0 to 1ൻ്റെ പാർട്ടീഷൻ 0, 1/n, 2/n, etc. n - 1/n 1 be a
പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ലെറ്റ് സി ഈക്വൽ ടു, എഴുതണം കേട്ടോ, ബി എ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1. ലെറ്റ് സി ഈക്വൽ ടു സി ഐ. സി ഐ ആയിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു ചൂസ് ചെയ്തത്? ith സബ് ഇൻ്റർവെല്ലിലെ റൈറ്റ് ലിമിറ്റ് അല്ലേ, ഐ ബൈ എൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് ചൂസ് ചെയ്യാം കേട്ടോ, i-1/n, ഐ ബൈ എൻ. അതായത് ഇതാണ് നമ്മുടെ ith സബ് ഇൻ്റർവെൽ. അവിടെ നമ്മളൊരു സി ഐ എന്ത് ചെയ്തു? സി ഐ ചൂസ് ചെയ്തു. ലെറ്റ് സി ഐ ഈക്വൽ ടു ഐ ബൈ എൻ ഓൺ i-1/n, ഐ ബൈ എൻ. അപ്പോൾ ഇനി ഇവിടെ നോക്കാം, എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്? ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 9x³ ആണ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 9x³ ആണ്. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ലിമിറ്റിൻ്റെ സം, ലിമിറ്റ് ഓഫ് സം ആണ് നമുക്ക് കാണേണ്ടത്. ലിമിറ്റ്സ് ഓഫ് സം എന്ന് പറയുമ്പോൾ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ i ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി ഐ ഡെൽറ്റ എക്സ് ഐ ആണ്. അപ്പോൾ എഫ് ഓഫ് സി ഐ കാണണം അല്ലേ? ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് എഫ് ഓഫ് സി ഐ കാണാം. സോ എഫ് ഓഫ് സി ഐ എന്ന് പറയുന്നത് എന്താണ് വരിക? 9x³ ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ 9ci³ വരും. സോ 9ci³. സി ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ ബൈ എൻ ആണ്. അപ്പോൾ എന്ത് വരും? 9 ഇൻറ്റു ഐ ബൈ എൻ ഹോൾ ക്യൂബ് എന്ന് വരും. ഓക്കെ, അതായത് 9i³ ബൈ n³ എന്ന് വരും. ഇനി നമുക്ക് എന്ത് കൊടുക്കാം? നമ്മുടെ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ 0 to 1 9x³ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റാണ് അല്ലേ? സോ അത് അപ്ലൈ ചെയ്യാം. സോ ഇൻ്റഗ്രൽ 0 to 1 9x³ dx എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എന്താ പറയുന്നത്? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ i ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ i ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എഫ് ഓഫ് സി ഐ എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു ഐ ബൈ എൻ ഹോൾ ക്യൂബ് ആണ് അല്ലേ? 9 ഇൻറ്റു ഐ ബൈ എൻ ഹോൾ ക്യൂബ് ആണ്. പിന്നെ ഡെൽറ്റ എക്സ് ഐ. ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുന്നത് നമ്മളിവിടെ പാർട്ടീഷൻ എടുത്തിട്ടുള്ള ഏതാണ്? ക്ലോസ്ഡ് 0, 1 ആണ്. അതിൻ്റെ ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുന്നത് i-1/n, ഐ ബൈ എന്നിൻ്റെ ഇൻറ്റർവലിൻ്റെ ലെങ്ത്ത്. നമ്മൾ പറഞ്ഞൂലേ അതെന്തായിരുന്നു? ഐ ബൈ എൻ മൈനസ് i-1/n ആണ് ഇൻ്റർവലിൻ്റെ ലെങ്ത്ത് വരിക. നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു ഐ ബൈ എൻ മൈനസ് ഐ ബൈ എൻ പ്ലസ് 1/n വരും. അപ്പോൾ എന്താ വരിക? ഐ ബൈ എന്നും കട്ട് ചെയ്തു 1/n വരും. അപ്പോൾ ഈ ഒരു ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുന്നത് എന്താ വരിക? ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുന്നത് 1/n ആണ് വരിക. എഫ് ഓഫ് സി ഐ എന്ന് പറയുന്നത് 9 ഇൻറ്റു ഐ ബൈ എൻ ഹോൾ ക്യൂബും ആണ്. അപ്പോൾ ഇവിടെ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ i ഈക്വൽ ടു 1 to n 9 ഇൻറ്റു ഐ ബൈ എൻ ഹോൾ ക്യൂബ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുമ്പോൾ 1/n വരും അല്ലേ? അപ്പോൾ സമ്മേഷൻ i ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 9 ഇൻറ്റു i³ ഡിവൈഡഡ് ബൈ n³ ഇൻറ്റു n എന്ന് പറയുമ്പോൾ n⁴ വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഐ ആണ് സമ്മേഷനിൽ വരുന്നത്. അപ്പോൾ 9/n⁴ കോൺസ്റ്റൻ്റ് ആണ്. സോ 9/n⁴ ഇൻറ്റു സമ്മേഷൻ i ഈക്വൽ ടു 1 to n i³ എന്ന് വരും. ഓക്കെ, അപ്പോൾ സമ്മേഷൻ്റെ ഫോമിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.